വിഭജിക്കാൻ പാടില്ല. ഫെഡറൽ പ്ലാനാണെന്ന് ഭാരതം മുന്നോട്ട് വെച്ചത്. അത് മാത്രവുമല്ല, അതിനുശേഷം ഇസ്രായേലിന് ഭാരതം കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഇറ്റ്സ് എ കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ് എന്നാണ്. ഇതൊരു കോളനി രാഷ്ട്രമാണ്. ഫലസ്തീൻ എന്നത് ഫലസ്തീനുകളുടേതാണ്. അവിടെ സഹസ്രാബ്ദങ്ങളായി താമസിക്കുന്നവരാണ് ഫലസ്തീനികൾ. സഹസ്രാബ്ദങ്ങളായി അവിടെ താമസിക്കുന്ന ഫലസ്തീനികളെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ തോക്കിന്റെ നിഴലിൽ ഫലസ്തീനിൽ പ്രവേശിച്ച് അവരുടെ സ്വത്ത് കൈവശപ്പെടുത്തി, അവരുടെ ഭൂമി കൈവശപ്പെടുത്തി, അവരെ പുറത്താക്കി നിങ്ങളൊരു രാഷ്ട്രം സ്ഥാപിച്ചാൽ ആ രാഷ്ട്രത്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി മാർട്ടിൻ ബൂബർക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞു, എന്റെ സഹതാപം മുഴുവനും ജൂതന്മാർക്ക് അനുകൂലമാണ്. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലർ. നിങ്ങൾ ഇന്ത്യയിലേക്ക് വരൂ, ഞങ്ങൾ ഭൂമി തരാം. അപ്പൊ മാർട്ടിൻ ബൂബർ പറഞ്ഞു, അത് പറ്റൂല, ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂല, ഞങ്ങളുടെ രാജ്യം ഫലസ്തീനാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് താമസിക്കും. അപ്പോൾ ഗാന്ധി പറഞ്ഞത്, ആ രാജ്യം ഇന്ന് അറബികളുടേതാണ്, ഫലസ്തീനികളെന്ന്. അവരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ ആ മണ്ണിൽ പ്രവേശിക്കാൻ പാടില്ല. ഇതായിരുന്നു ഗാന്ധിയുടെ നിലപാട്. പിന്നീട് ആ സമയത്ത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പ്രദേശം. 1922 തന്നെ മാൻഡേറ്ററി ഗവൺമെന്റ് അവിടെ വന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ മാൻഡേറ്ററി ഗവൺമെന്റ് ആണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ഗാന്ധി രണ്ടാമത് അടിവരയിട്ട് പറഞ്ഞു, ഈ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ നിഴലിൽ നിങ്ങൾ ആ രാജ്യത്ത് പ്രവേശിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതായിരുന്നു ഗാന്ധിയുടെ നിലപാട്. അപ്പോൾ അങ്ങനെയുള്ള ഗാന്ധിയുടെ നിലപാട് കാരണം ലോകം മുഴുവനും ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടും ഭാരതം അംഗീകരിച്ചില്ല. ബിലേറ്റഡ് റെക്കഗ്നിഷനാണ്. ഇസ്രായേലിനെ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തത് 1950-ലാണ്. ഇസ്രായേൽ രൂപം കൊണ്ട് 2 വർഷം കഴിഞ്ഞ് ലോകത്തിലെ 2 സൂപ്പർ പവറുകളും അംഗീകരിച്ചിട്ട്, കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അംഗീകരിച്ചിട്ടും ഭാരതം അംഗീകരിച്ചില്ല. അതിന് കാരണം ഇതൊരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ് ആണെന്നുള്ള കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 1950-ൽ അംഗീകരിച്ച സമയത്തും ഭാരതം പറഞ്ഞു, ഡൽഹിയിൽ നിങ്ങൾക്ക് കോൺസുലേറ്റ് തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ ബോംബെയിലാണ് ഒരു കോൺസുലേറ്റ് തുറക്കുന്നത്. പിന്നീട് 1992-ൽ മാത്രമാണ് മാറിയ സാഹചര്യത്തിൽ, നവലോക ക്രമത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ, അമേരിക്കയുടെ ഏകാധിപത്യം, ഏകധ്രുവ ലോകം യാഥാർത്ഥ്യമായ ഘട്ടത്തിൽ മാത്രമാണ് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ ഇസ്രായേലുമായിട്ട് സ്ഥാപിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. 2007 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫലസ്തീൻ ലോകത്തിന്റെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ആരും ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഫലസ്തീനിൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ ആക്രമണം നടത്തും, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടും. അത് ലോകത്തിന്റെ മീഡിയയിലോ ചർച്ചയിലോ എവിടെയും വരുന്നില്ല. 2008-ൽ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്ന് പറയുന്ന വലിയ സൈനിക മുന്നേറ്റം അവർ നടത്തി. 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി. ചെറിയൊരു വാർത്ത വന്നു, അവസാനിച്ചു. 2012-ൽ ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എന്ന പേരിൽ മറ്റൊരു സൈനിക നീക്കം നടത്തി. കുറേ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. കാര്യമായ റിപ്പോർട്ടൊന്നും വന്നില്ല, ചർച്ച വന്നില്ല, അത് അവസാനിച്ചു. 2014-ൽ വീണ്ടും അവരുടെ സൈനിക നീക്കമുണ്ടായി. 2021-ൽ ജെറുസലേം, കിഴക്കൻ ജെറുസലേമിൽ ടെമ്പിൾ മൗണ്ട് മേഖലയിലേക്ക് ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ഗസയിലും സംഘർഷമുണ്ടായി. ഇങ്ങനെ തുടർച്ചയായി അവിടെ സംഘർഷം നടക്കുകയാണ്. ഈ സംഘർഷമൊന്നും ലോകത്തിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല. അറബ് രാജ്യങ്ങൾ പോലും മറന്നുപോയി. സഹോദരങ്ങളായിട്ടുള്ള അറബികൾ പോലും മറന്നുപോയി. 2020-ൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ അബ്രഹാമിക് അക്കോർഡ്, അബ്രഹാമിന്റെ പേരിലുള്ള ഒരു നിയമം, അബ്രഹാമിക് അക്കോർഡ് എന്താ പറയുന്നത്, ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായി ഒപ്പിട്ടു. ഇസ്രായേലുമായിട്ട് ആദ്യ സമാധാന കടമ്പടിയിൽ ഒപ്പിടുന്നത് 1978-ൽ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റിന്റെ ഭാഗമായി ഈജിപ്താണ്. 1994-ൽ ജോർദാൻ ഒപ്പിട്ടു. ജോർദാൻ ഇസ്രായേൽ പീസ് ട്രീറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനുശേഷം അബ്രഹാമിക് കരാർ, അതിന് പ്രത്യേക പേരാണ് അതിന് കൊടുത്തിരിക്കുന്നുണ്ട്. അതിന്റെ ആശയമൊക്കെ നല്ലതാണ്. കാരണം അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് അറബികളും ജൂതന്മാരും. അതുകൊണ്ട് അറബികളും ജൂതന്മാരും പരസ്പരം ഐക്യത്തിൽ ജീവിക്കണം. അതാണ് ആ സാഹോദര്യം ഉയർത്തിപ്പിടിക്കണം. അബ്രഹാമിന്റെ പരമ്പരയാണ് ജൂതന്മാരും അറബികളും. ആ അർത്ഥത്തിലാണ് അബ്രഹാമിക് അക്കോർഡ് എന്ന് അതിന് പേരിട്ടത്. അതിന്റെ ഭാഗമായി ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം ഇസ്രായേൽ സ്ഥാപിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളുമായിട്ടും സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. സൗദി അറേബ്യയുമായിട്ട് സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം തീരുമാനമാകുകയും ഇനി ഒപ്പിട്ടാൽ മതി എന്ന സാഹചര്യത്തിലെത്തി. പക്ഷേ സൗദി രാജകുമാരൻ വളരെ കൃത്യമായി പറഞ്ഞു, 2 നേഷൻ തിയറി നടപ്പാക്കണം.
അഭയാർത്ഥികളായിട്ടുള്ള പലസ്തീനികൾക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവണം. പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറണം. ഇക്കാര്യം അംഗീകരിക്കാൻ പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ കരാറിൽ ഒപ്പിടാതെ പോയത്. ഇങ്ങനെ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഏറെക്കുറെ നിശബ്ദമായിരിക്കുമ്പോഴാണ് ഒരു ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അന്ന് അതൊരു ഭീകരാക്രമണം എന്ന നിലയ്ക്ക് ലോകത്തെല്ലാവരും, നമ്മളടക്കം എല്ലാവരും അതിനെ വിമർശിച്ചു. കാരണം 1200 ഓളം ആളുകൾ സാധാരണക്കാർ കൊല ചെയ്യപ്പെട്ടു. 250ഓളം ആളുകളെ ബന്ദികളാക്കി പിടിച്ചു. ഏത് സാഹചര്യത്തിലാണെങ്കിലും സാധാരണ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നതിന് നമ്മളൊക്കെ എതിരാണ്. സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ പിന്തുണ അന്ന് ഇസ്രായേലിലായിരുന്നു. പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ജിനോസിഡൽ അറ്റാക്ക് വന്നപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ലോകം ഫലസ്തീനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഏക കാരണം ഓപ്പറേഷൻ അലക്സ ഫ്ലഡ്, തുഫാനുൽ അലക്സ എന്ന ഈ സൈനിക നടപടിയായിരുന്നു എന്ന് കാണണം. കാരണം അത്തരം സൈനിക നടപടി വരുന്നത് നമ്മളെ ആരും കാണുന്നില്ല. നമ്മൾ പൂർണ്ണമായും അടിച്ചമർത്തപ്പെടുന്നു. സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളാകുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മരണത്തെ മുന്നിൽ കാണാവുന്നത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ഒരു ജനത തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നടത്തിയ ഒരു നിലവിളിയായിരുന്നു ഒക്ടോബർ 7 ആക്രമണം. ആ രൂപത്തിൽ ഇന്ന് ലോകത്തിനത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യർക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്. ഗസയിലെ ജനങ്ങൾക്ക്, വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾക്ക് അവർക്കൊരു സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള അവകാശമുണ്ട്. ഈ അവകാശം നമ്മൾ പരിഗണിക്കണ്ടേ? ഇത് പറയുമ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ എന്നോടൊക്കെ വ്യക്തിപരമായി ചോദിക്കാറുണ്ട്, നിങ്ങളെന്താണ് ഈ ഫലസ്തീനെ കുറിച്ച് മാത്രം പറയുന്നത്? ലോകത്തെമ്പാടും പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. കാശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് അവരുടെ ജന്മദേശം വിട്ട് പോരേണ്ടി വന്നിട്ടുണ്ട്. റാഖൈൻ മേഖലയിൽ നിന്ന് 10 ലക്ഷത്തിലധികം വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവരിന്ന് കടലിലൂടെ ഒഴുകി നടക്കുകയാണ്. അപ്പം അതൊക്കെ പ്രശ്നം തന്നെയാണ്. അതൊക്കെ പരിഹരിക്കപ്പെടുകയും വേണം. പക്ഷെ അതുകൊണ്ട് ഫലസ്തീനെ കുറിച്ച് പറയരുത് എന്ന് പറയാൻ പാടില്ല. ഫലസ്തീനെ കുറിച്ച് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത ഫലസ്തീനുണ്ട്. അതെന്താ? ലോകത്തിൽ 230 കോടി ക്രിസ്ത്യാനികളുണ്ട്. ലോകത്തിൽ 190 കോടിയിലധികം മുസ്ലിമുകളുണ്ട്. 1.5 കോടിയിലധികം ജൂതന്മാരുണ്ട്. ഇത്രയും വരുന്ന ജനസഞ്ചയത്തിന്റെ മത സാംസ്കാരിക ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പ്രദേശമാണ് ഫലസ്തീൻ. അതുകൊണ്ടാണ് ഫലസ്തീനെ ഹോളി ലാൻഡ് എന്ന് പറയുന്നത്, വിശുദ്ധ ഭൂമി എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഭൂമിയായി മാറുന്നത് ഇത്രയും അധികം മനുഷ്യരുടെ മത ആത്മീയ ജീവിതവുമായി ജൈവ ബന്ധമുള്ള, നേരിട്ട് ബന്ധമുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും ലോകത്തെമ്പാടും അനുരണനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു വിഷയം, സുഡാനിലെ ഒരു വിഷയം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതൊന്നും വരില്ല. നമുക്ക് എന്തുകൊണ്ട് ഭാരതം അതിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അതിനുശേഷവും ഫലസ്തീൻ വിമോചനത്തെ പിന്തുണച്ചിരുന്നു ചോദിച്ചാൽ അതിന്റെ കാരണവും ഇത് തന്നെയാണ്. അതൊരു ലക്ഷണമൊത്ത സ്വാതന്ത്ര്യ സമരമാണ്. ലോകത്തിലെ ആയിരക്കണക്കിന്, കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് മനുഷ്യരുടെ വികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതിൽ തന്നെയും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രസംഗകൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറെക്കുറെ രാമജന്മഭൂമി, ബാബറി മസ്ജിദ് പോലെയുള്ള ഒരു വിഷയം അവിടെയും ഉണ്ട്. കാരണം അവിടെ സോളമൻസ് ടെമ്പിൾ, അതായത് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന കിഴക്കൻ ജെറുസലേമിലെ പ്രദേശം, അവിടെ പഴയ സോളമന്റെ ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടമുണ്ട്. അതിലെ വെയിലിംഗ് ബോൾ എന്നാണ് പറയുന്നത്, വിലാപത്തിന്റെ മതിൽ. ഈ വിലാപത്തിന്റെ മതിൽ ആധാരമാക്കി അവിടെ ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സയനിസ്റ്റുകൾ പരിശ്രമിക്കുന്നത്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ ആ ടെമ്പിൾ കോംപ്ലക്സിനകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 നിർമ്മിതികളുള്ളത്. അതൊന്ന് മസ്ജിദുൽ അക്സയാണ്, മറ്റൊന്ന് ഡോം ഓഫ് റോക്ക് ആണ്, പിന്നെ ഹാരമുൽ ഷരീഫാണ്. ഇത് 3 അവിടെയുണ്ട്.